സ്ഥാനത്തിലേക്ക് അയാൾ എത്തിച്ചേരാൻ വേണ്ടി ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അത് പറയുന്നു. സഹോദരന്മാരെ, 5 വർഷത്തോളം ഓരോ ഒന്നിടവിട്ട ദിവസങ്ങളിലും ഡയാലിസിസിന് വിധേയമായി വളരെ പ്രയാസം സഹിച്ചു. പക്ഷേ ആ പ്രയാസങ്ങളുടെ ഒടുവിൽ അവസാനം സന്തോഷമുണ്ടായി. ആ മരിക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് വീട്ടിലെത്തിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ വലിയ ആബിദത്താണ് അവരുടെ വല്യമ്മ, ഷമീർ ഉസ്താദിന്റെ വല്യമ്മ, എന്റെ വല്യപ്പയുടെ സഹോദരിയാണ്. അവർ വലിയ ആബിദത്താണ്. എപ്പോഴും ഖുർആൻ ഓതുന്ന, രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞു തുടങ്ങിയാൽ ഖുർആൻ ഓത്താണ്. 2 കാലിലും നടക്കാൻ കഴിയില്ല. പക്ഷേ മരുമക്കളോട് എന്നെ ഒന്ന് ഇരുത്തിയിട്ട് ആ കസേരയിൽ ഒന്ന് ഇരുത്തണമെന്ന് പറയും. കസേരയിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് കസേരയിൽ അങ്ങ് ഇരുന്നിട്ട് ഖുർആൻ, ഒരു വലിയ ഖുർആൻ, ഷമീർ ഉസ്താദിന്റെ ഖുർആൻ ഓതാനുള്ള സ്റ്റാൻഡുകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു ഖുർആൻ വെച്ചങ്ങ് ഓതാൻ തുടങ്ങും. ആ ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഖുർആനും റമദാൻ ഒരു 4 5 ഒക്കെ ആകുമ്പോൾ ഞങ്ങളൊക്കെ അവിടെ കാണാൻ പോകാറുണ്ട്. ഞങ്ങളുടെ അമ്മായിയാണ്. അപ്പം പറയും, ഇക്കുറി പറയുന്ന ഓതിയിട്ടുള്ള ആകെ 2 3 ഖത്മേ ആയിട്ടുള്ളൂ, 4 5 ആയിട്ടുള്ളൂ. റമദാൻ അപ്പോഴേക്കും 4 5 ഖത്മ തീർത്തിട്ടുണ്ടാകും. 6 മണിക്ക് തുടങ്ങിയാൽ പിന്നെ മഹാ സമയത്തൊന്ന് മഹാ നിസ്കരിക്കും, പിന്നെയും ഓത്ത് തുടരും. നിസ്കാരത്തിനല്ലാതെ ചിലപ്പോഴൊക്കെ ആ ഒരൊറ്റ ഉദൂ കൊണ്ട് അസുർ വരെ നിസ്കരിക്കാറുണ്ട് അത്രേ. അങ്ങനെ ഇരുന്നുള്ള ഓത്താണ്. അവരുടെ മുമ്പിൽ വെച്ച് അവരുടെ കൈ പിടിച്ചുകൊണ്ട്, സ്വന്തം മകനെ ഉമ്മ കൈ പിടിക്കുകയാണ്. ആ കൈ പിടിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് മക്കളൊക്കെ നന്നായി ഖുർആൻ ഓതുന്നു, ഒരു ഭാഗത്ത് ബുറുദ ചൊല്ലുന്നു. എല്ലാത്തിന്റെയും സാഹചര്യത്തിൽ ഒരു ആത്മീയമായ അന്തരീക്ഷത്തിൽ വെറും അരമണിക്കൂർ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അരമണിക്കൂർ വീട്ടിലെത്തി ഈ ഒരു ആത്മീയപരമായ അന്തരീക്ഷത്തിൽ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകുന്നു. ആ മയ്യത്ത് കണ്ടു പോകുമ്പോ എന്റെ നാട്ടിലെ ഒരു ഉസ്താദ്, എന്റെ കുടുംബത്തിലെ ഒരു ഉസ്താദ് പറഞ്ഞു, ചെറിയാക്ക എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കാറുള്ള സ്നേഹത്തോടെ. ചെറിയാക്കയുടെ മരണം കണ്ടാൽ ഇങ്ങനെയൊക്കെയുള്ള മരണമാണെങ്കിൽ കടവും ബാധ്യതയൊക്കെ തീർന്നെങ്കിൽ ഒന്ന് അങ്ങനെയുള്ളൊരു മരണം കിട്ടിയാൽ ഒന്ന് പോകാമായിരുന്നു. നോക്കൂ നിങ്ങൾ, അദ്ദേഹം 24 വർഷം വിദേശത്ത് കഠിനമായ പ്രയാസങ്ങൾ സഹിച്ചു. എന്റെ ഉപ്പ അവരുടെ കൂടെ കുറച്ചു കാലം വിദേശത്തുണ്ടായിരുന്നു. ഒരുപാട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടാലും പലപ്പോഴും ശമ്പളമൊന്നും കിട്ടാതെ പ്രയാസപ്പെട്ടു. ഏക മകനായ മുഹമ്മദ് ഷമീർ ഹസനി ഉസ്താദ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. 10 വർഷത്തിലധികമുള്ള ഞങ്ങളുടെ പഠനത്തിലധികവും ഒന്നിച്ച് ഞങ്ങൾ പഠിച്ചവരാണ്. ഒരുപാട് ദൈന്യതയുടെ പ്രയാസങ്ങളുടെ നടുവിലൂടെയാണ് കടന്നുപോയത്. ചെറിയ ഒരു വീടുണ്ടാക്കി, അത് തന്നെ ഓടിട്ട ഒരു വീടല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന വീട് ഷമീർ ഉസ്താദ് സ്വന്തമായി ഉണ്ടാക്കിയതാണ്. എന്റെ അഭിപ്രായത്തിൽ 1 രൂപ പോലും ഒരുപക്ഷെ ഉപ്പയുടേതുണ്ടാവില്ല. അത്രയും അധികം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടും ആ മകനെ ആലിമാക്കാനുള്ള ഒരു വലിയ അസ്മ്, ഉറച്ച തീരുമാനമെടുത്തതിന്റെ പേരിൽ, അതുപോലെ ശൈഖുനടക്കമുള്ള ഉസ്താദുമാരോട്, ആലിമീങ്ങളോട് വലിയ സ്നേഹവും ബന്ധവും, ഉസ്താദ് നൽകുന്ന ദിക്റുകളുടെ ഇജാസത്തുകൾ, ബഹുമാനപ്പെട്ട റഈസുൽ ഉസ്താദ് അവர்கள் നൽകുന്ന ദിക്റിന്റെ ഇജാസത്തുകളൊക്കെ അങ്ങനെ ചൊല്ലി കൃത്യമായി ചൊല്ലി, വലിയ ഒരു സാധാരണക്കാരാണെങ്കിൽ വലിയ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചു. അങ്ങനെ ജീവിച്ചപ്പോൾ അല്ലാഹു അവിടുത്തെ മരണം നന്നാക്കി പുഞ്ചരിച്ച് മരിച്ചു കിടക്കുന്നു. ഇങ്ങനെ എത്ര സാധാരണക്കാര് മരിച്ചുപോയി. സഹോദരന്മാരെ, നമുക്ക് കൊണ്ടൊരു സമയം, ആ സമയത്ത് നമുക്കും പോവേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഉസ്താദുമാരും സാധാരണക്കാരുമായ ആളുകളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിച്ചവരാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ പറഞ്ഞു പോയ അയിമ്പത്തുകളുടെ ചരിത്രമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ കൺമുമ്പിൽ ജീവിച്ചവനാണ്. അതുകൊണ്ട് നമുക്കും അത് സാധ്യമാണ്. ആലിമീങ്ങളെ ഇഷ്ടം വെച്ച്, മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ച്, ഇൽമിന്റെ ഗുരുമാരോട് ചേർന്ന് നിന്ന് ജീവിച്ചാൽ നമ്മുടെ അന്ത്യം സുമംഗളമായിരിക്കും. ആ അന്ത്യമാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യബ്ഹകൂന സുറൂറാ. ആളുകളൊക്കെ കരഞ്ഞപ്പോൾ ചിരിച്ചപ്പോൾ
നമ്മൾ കരഞ്ഞുവെങ്കിൽ فاجهد لنفسك أن تكون إذا بكوا فيها لموتك ضاحكا مسرورا പുഞ്ചിരിച്ചൊന്ന് മരിക്കണം. അതിനു വേണ്ടിയാവട്ടെ നമ്മുടെ ഈ ദുൽഹിജ്ജയുടെ അവസാനത്തിലുള്ള പ്രതിജ്ഞ. ഇൻഷാ അല്ലാഹ് മുഹറം വരികയാണ്. പുതിയൊരു ജീവിതത്തെ ചിട്ടപ്പെടുത്തു സഹോദരങ്ങളെ. ജമാഅത്തുകൾ കൃത്യമായൊന്ന് പങ്കെടുക്കാനുള്ള മനസ്സ് വെക്കൂ. റവാത്തിബ് സുന്നത്തുകൾ മുടങ്ങാതെ ഒന്ന് നിർവഹിക്കൂ. ദുആ നിസ്കാരം നിർവഹിച്ചാൽ 300-ലധികം സദഖ ചെയ്ത പുണ്യമാണ്. അതൊന്ന് ജീവിതത്തിന്റെ ഭാഗമാക്കൂ. ഹദ്ദാദ് പതിവാക്കിയാൽ അവസാനം ആക്കിബത്ത് നന്നാകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചതാണ്. ദിക്റുകളെല്ലാം ഹദീസിൽ വന്ന ദിക്റുകളാണ് അതിലുള്ളത്. ഹദ്ദാദ് ജീവിതത്തോട് ചേർത്ത് വെക്കൂ. മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരുടെ ഓരം പറ്റി ഈ സ്ഥാപനത്തെ സ്നേഹിച്ച് മുതഅല്ലിമീങ്ങളോട് മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ച് ഇവിടെയുള്ള സംരംഭങ്ങളോട് ചേർന്ന് നിന്ന് ഒരേ ഒരു ലക്ഷ്യം, എന്റെ യാത്ര നന്നാകണം. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായിട്ട് ആഖിബത്ത് നന്നായിട്ട് സുമംഗളമായ യാത്ര പോകണം. അതിനു വേണ്ടി മാത്രം ദുആ ചെയ്യണം. ഉസ്താദുമാരെ കാണുമ്പോൾ ദുആ ചെയ്യിപ്പിക്കും. ഒരുപാട് ലിസ്റ്റ് കൊടുക്കുമ്പോ ഒരിക്കലെങ്കിലും ഒരു ലിസ്റ്റ് കൊടുക്കണം. ആഖിബത്ത് നന്നായി മരിക്കണമെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കൊട്ടക്കൽ ഒരു സഹോദരൻ